ഇതിപ്പം നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നോർത്ത് ഇന്ത്യൻ ആണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇത് പറാട്ടയാണ്. എന്ത് പറാട്ടയെന്ന് നോക്കാം നമുക്ക്. ഇതിപ്പം നമ്മൾ കഴിക്കുന്ന ഉലുവയുടെ ഇലയാണ് കേട്ടോ. അതൊരു സൈസ് ഇലക്കറിയാണിത്. നാട്ടിലിത് വളരെ റയറാന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ സഫിഷ്യൻ്റ്. ഇപ്പോൾ അതിൻ്റെ സീസണുമാണ്, വളരെ ചീപ്പായിട്ട് കിട്ടും കേട്ടോ. വളരെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത് ഇലക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമുക്ക് ഈ ഉലുവയില ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള തട്ടാണെങ്കിൽ മാത്രം കളയുക കേട്ടോ. കട്ടി കുറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാൻ എടുക്കാം. നല്ല ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവയുടെ ഇല ചേർക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ജീരകമോ ചേർക്കാം. ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണേ. കായപ്പൊടി ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനം അതിനകത്തിടാൻ. ഈ കായപ്പൊടി കൊണ്ടാണ് ഈ പറാട്ടയ്ക്ക് ഏറ്റവും നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ അജ്വായിൻ ചേർത്തോളൂ, അയമോദകം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കാം കേട്ടോ. ഒത്തിരി നല്ല ഫ്ലേവറാണ് ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പറാട്ട. ഗരം മസാല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട. അഥവാ ചേർക്കുന്നവരുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാവൂ ഗരം മസാല കേട്ടോ. ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലമാതിരി മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തിക്ക് എങ്ങനെ കുഴയ്ക്കുന്നോ അതുമാതിരി നല്ലമാതിരി കുഴച്ചെടുക്കുക. ഈ കായപ്പൊടിയും ഗരം മസാലയും അയമോദവും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല സ്വാദുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഈ തണുപ്പ് കാലത്തൊക്കെ ഒത്തിരി നല്ല കേട്ടോ ഇതൊക്കെ ചേർത്ത് പറാട്ട ഉണ്ടാക്കി കഴിക്കാൻ. ഈ ഉലുവയുടെ ഇല നല്ല ഹീറ്റാണ്, നമ്മുടെ ബോഡിക്ക് നല്ല ഹീറ്റ് കിട്ടും. ഇതുമാതിരി നല്ലമാതിരി സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇത് കുഴച്ചിട്ട് ഒത്തിരി നേരം വച്ചേക്കൊന്നും വേണ്ട കേട്ടോ. അത് ഉടനെ തന്നെ നമുക്കത് പറാട്ട ഉണ്ടാക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല, ഡിന്നറിന് നല്ല കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നല്ല രസമാണ് കഴിക്കാനത്. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ബോളായിട്ട് എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നതൊക്കെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അല്പം കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് എല്ലാം പരത്തി കഴിഞ്ഞ് നമുക്കിനി ഇത് ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കല്ല് ഗ്യാസിൽ വെച്ച് ചൂടാകുമ്പോൾ അല്പം ഒന്ന് എണ്ണയോ അല്ലെങ്കിൽ ഗീയോ ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് 2 സൈഡ് ഇതുമാതിരി നെയ്യോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ചേർത്തിട്ട് 2 സൈഡും ഒന്ന് ഇതുമാതിരി ഒന്ന് മുരിച്ചെടുത്തേക്കാം, വേവിച്ചെടുത്തേക്കാം. ഞാൻ ഇതേ പറാട്ട നല്ലമാതിരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ ഏതെങ്കിലും ചേർത്തിട്ട് നമുക്ക് നല്ല രുചിയായിട്ട് കഴിക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണത് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.